ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല കിഡിലെ റെസിപ്പി ആയിട്ടാണ്. ബ്രെഡും മുട്ടയും വെച്ചിട്ട് എരിവുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഒരു ബെല്ലൈക്കണും കാണാം, ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാ ഞാനതിന് വേണ്ടി 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചതച്ചത് നന്നായി ചതച്ചത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂണോളം മല്ലിയില അരിഞ്ഞത്. പിന്നെ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ്. പിന്നെ 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും. നിങ്ങൾക്ക് എരിവിന് വേണമെങ്കിൽ പച്ചമുളകും ചേർക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് ഒരു 3-4 ടേബിൾ സ്പൂണോളം പാലും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് നമ്മൾ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. അപ്പോൾ നമുക്ക് എത്രയാണ് വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് ബ്രെഡ് എടുക്കുക. അപ്പോൾ ഞാനിവിടെ 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ബ്രെഡ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ഒന്ന് കുറച്ചൊരു ഉറപ്പ് പോലെ ഉണ്ടാവും. ആ സമയത്ത് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അന്ന് നല്ല കറക്റ്റ് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പൊടിഞ്ഞു പോവും. ഇപ്പോൾ ഇതാ ഞാൻ ഈ ബ്രെഡെല്ലാം ഇതേപോലെ ഒന്ന് ഈ ഒരു സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്ററിന് നമുക്ക് 6 ബ്രെഡ് വരെ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ. അതേപോലെ ഇതിലേക്ക് ആവശ്യമായിട്ട് ബ്രെഡ് ക്രംസും വേണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് വേറെ ഇല്ലെങ്കിൽ സൈഡൊക്കെ കട്ട് ചെയ്ത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് വേറെ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതാ ബാറ്ററിൽ ഈ ഒരു ബ്രെഡിൻ്റെ പീസ് എടുത്ത് ഇങ്ങനെ മുക്കുക. അതിന് ശേഷം ബ്രെഡ് ക്രംസ് എടുത്ത് ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റോക്ക് നേരത്തെ ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ സ്റ്റോക്ക് ഇല്ലെങ്കിൽ ഈ ബ്രെഡിൻ്റെ അരികെ വശം ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് ബാക്കിയുള്ള ബ്രെഡെല്ലാം കൂടെ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ബാക്കിയുള്ള എല്ലാ ബ്രെഡ് പീസും ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് ബ്രെഡ് എണ്ണ കുടിക്കും. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ വിത്തിൻ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ തംബ്നെയിലിൽ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് തന്നെയാണിത്. ഒരു 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് 2 ഭാഗവും ഒരേപോലെ ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ബാക്കിയും കൂടെ ഞാൻ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്തായാലും ഇന്ന് വീട്ടിൽ ബ്രെഡും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പീസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.